ഹായ്, എല്ലാവർക്കും നമസ്കാരം. നമുക്ക് മഴതോരും മുംബൈയിലെ അലീനയുടെയും മനുഷ്യങ്കറിൻ്റെയും നാളത്തെ നല്ലൊരു കഥ കേൾക്കാം. എല്ലാ ദിവസവും ചാനലിലൂടെ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതാണ്. ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യണേ, കമൻറ്റ് ചെയ്യണേ. അങ്ങനെ അലീനയും കൂട്ടിക്കൊണ്ട് ബാലചന്ദ്രൻ മേനോൻ കൊട്ടാരമുറ്റത്തിൽ സ്റ്റാൻലിയുടെ വീട്ടിലെത്തിയിരിക്കുകയാണ്. അങ്ങനെ ബാലചന്ദ്രൻ മേനോനെ കാണുന്നതും ആൻ്റപ്പൻ ചെന്ന് കേരള സാറിനൊക്കെ പറയുന്നുണ്ട്, സാറേ പാലയിലുള്ള ആ ബാലചന്ദ്രൻ സാർ വന്നിട്ടുണ്ടെന്ന് പറയും. കൂടെ വേറെ ആരുണ്ട്, ഒരു സാരി കൊടുത്ത പെൺകുട്ടിയും കൂടി ഉണ്ടെന്ന് പറയും. ശരി, ഞാൻ ഈ ഡ്രസ്സൊന്ന് ചേഞ്ച് ചെയ്യട്ടെ, അവരോട് അകത്തോട്ട് കയറിയിരിക്കാൻ പറയും. അങ്ങനെ ആൻറ്റോ ചേട്ടൻ വന്നിട്ട് അവരുടെ അടുത്ത് പറയും, നിങ്ങളെ വെയിറ്റ് ചെയ്തിരുന്നായിരുന്നു കെനൽ സാർ, ഇപ്പോൾ വരും, അകത്തോട്ട് കയറിയിരിക്കാമെന്ന് പറയും. അങ്ങനെ അവരങ്ങോട്ട് വരുന്നതും കുറേ നായ്ക്കൾ ഇങ്ങനെ ഓടി വന്നിട്ട് അലീനെ കാണുന്നതും വാലാട്ടി എല്ലാവരും ഇങ്ങനെ കിടക്കുകയാണ്. ആ സമയത്ത് ആൻ്റപ്പൻ ചേട്ടൻ അങ്ങ് വിശ്വസിക്കാൻ പറ്റത്തില്ല, പുതിയതായിട്ട് കാണുന്നതാണ് അലീനെ. എങ്കിൽ പോലും നല്ല പരിചയമുള്ള കണക്ക് നല്ല സ്നേഹമുള്ള രീതിയിലുള്ള പെരുമാറ്റമാണ് നായ്ക്കൾ പോലും അലീനയോട് കാണിക്കുന്നത്. വളരെ ഇഷ്ടമുള്ള കണക്ക് വാലൊക്കെയായിട്ട് സ്നേഹമായിട്ട് ഇങ്ങനെ കിടക്കുകയാണ്. അങ്ങനെ ബാലചന്ദ്രൻ മേനോൻ അലീനയുടെ കൈയും പിടിച്ച് അകത്തോട്ട് കയറി വരികയാണ്. അങ്ങനെ സ്റ്റാൻലി പൗലോസിനോട് സംസാരിക്കുകയാണ്. അങ്ങനെ പുതിയൊരാളും കൂടി ഇന്നോട്ട് ഈ വീട്ടിൽ കാണും, അങ്ങനെ എൻ്റെ ഇഷ്ടം മാത്രം നോക്കിയാൽ പോരാ, അയാളുടെ ഇഷ്ടവും കൂടി നോക്കണമെന്നൊക്കെ പറഞ്ഞ് സംസാരിക്കുമ്പോഴാണ് ഇവർ കയറി വരുന്നത്. തിരിഞ്ഞു നോക്കുന്നതും അലീനയും സ്റ്റാൻലിയും നേർക്കുനേർ കാണുകയാണ്. സ്റ്റാൻലിയെ കാണുന്നതും അലീന അതിശയത്തോട് നോക്കുന്നുണ്ട്. മുൻപ് കണ്ട് മറന്ന ഒരു മുഖം. അപ്പോൾ അലീനയ്ക്ക് ഓർമ്മ വരും, മുൻപ് അലീനയുടെ വീട്ടിൽ നെടുമ്പുരയ്ക്കൽ വീട്ടിൽ സ്റ്റാൻലി വന്നിട്ടുണ്ടായിരുന്നു. അന്നാണ് അച്ഛൻ ആദ്യമായി മകളെ കാണുന്നത്. അന്ന് ചായ കൊണ്ട് കൊടുക്കുമ്പോൾ സ്റ്റാൻലി പറയുന്നുണ്ടായിരുന്നു, എൻ്റെ അമ്മച്ചിയുടെ അതേ മുഖമാണ് അലീനയ്ക്കെന്ന്. അപ്പോൾ അന്ന് നടന്ന ആ ഒരു ഇൻസിഡൻറ്റൊക്കെ അലീന ഇങ്ങനെ റിവൈൻഡ് ചെയ്യുകയാണ്. അങ്ങനെ അതിനുശേഷം പറയും, ഹലോ മിസ്റ്റർ ബാലചന്ദ്രൻ എന്ന് പറഞ്ഞ് ഷേക്ക് ഹാൻഡ് കൊടുക്കുന്നുണ്ട്. ഞങ്ങൾ വരാൻ അല്പം വൈകിയോ? അത് സാരമില്ലെന്ന് പറയും, നേരത്തെ ഇറങ്ങിയതാണെന്ന് പറയും. ഇവിടെ അത് കുഴപ്പമൊന്നുമില്ല. എന്നിട്ട് അലീനയുടെ അടുത്ത് ഷേക്ക് ഹാൻഡ് കൊടുക്കാനായിട്ട് കൈ നീട്ടുന്ന സമയത്ത് അലീന ഇങ്ങനെ പേടിച്ച് കണ്ണൊക്കെ ഇങ്ങനെ നിറഞ്ഞ് തുളുമ്പി നിൽക്കുകയാണ്. ആ സമയത്ത് ബാലചന്ദ്രൻ മേനോൻ ഷേക്ക് ഹാൻഡ് കൊടുക്കാൻ പറയുന്നുണ്ട്. അങ്ങനെ ഷേക്ക് ഹാൻഡ് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം യാത്രയൊക്കെ സുഖമായിരുന്നോ എന്ന് നോക്കും. കുഴപ്പമൊന്നുമില്ലായിരുന്നു, പ്രതീക്ഷിച്ചതിൽ നേരത്തെ എത്താൻ പറ്റി എന്നൊക്കെ ബാലചന്ദ്രൻ സ്റ്റാൻലിയോട് സംസാരിക്കുകയാണ്. അതിനുശേഷം അലീനയെ സ്റ്റാൻലി ഇങ്ങനെ നോക്കുന്നുണ്ട്. രണ്ടുപേരും പരസ്പരം ഇങ്ങനെ കണ്ടെടുക്കാതെ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. അതിനുശേഷം ബാലചന്ദ്രൻ പറയുന്നുണ്ട്, ഇവളെ ഞാൻ എൻ്റെ സ്വന്തം മകളെ പോലെ കാണുന്നത്, എൻ്റെ സ്വന്തം മകൾ തന്നെയാണ്. അതുകൊണ്ട് ഞാൻ എൻ്റെ മകളെയാണ് നിങ്ങളെ ഏൽപ്പിക്കുന്നത്. അവളുടെ കണ്ണ് നനയരുത്. നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ എന്നെ ഒന്ന് ഫോൺ ചെയ്ത് അറിയിപ്പിച്ചാൽ മതി, ഞാൻ വന്ന് എൻ്റെ മോളെ കൂട്ടിക്കൊണ്ട് പൊയ്ക്കോളാമെന്ന് ബാലചന്ദ്രൻ മേനോൻ പറയുന്നുണ്ട്. ഇത് കേൾക്കുന്ന സ്റ്റാൻലി പറയും, മിസ്റ്റർ മേനോൻ, ഞാൻ പൂർണ്ണ സമ്മതത്തോടു കൂടിയാണ് ഞാൻ എൻ്റെ മകളെ ഏറ്റെടുക്കാൻ തയ്യാറായത്. അതുകൊണ്ട് ഇനിയൊരു തിരിച്ചു മടക്കം ഉണ്ടാവില്ല എന്ന് ബാലചന്ദ്രനോട് പറയുന്നുണ്ട്. അതൊക്കെ അലീന ഇങ്ങനെ കേട്ടുകൊണ്ട് നിൽക്കുകയാണ്. അല്ല, ഞാൻ പറഞ്ഞത് താങ്കൾ വിവാഹിതനാണല്ലോ, താങ്കൾക്ക് ഭാര്യയുണ്ട്, കുഞ്ഞുങ്ങളുണ്ട്, കുടുംബമുണ്ട്. അപ്പോൾ പെട്ടെന്ന് അലീന നിങ്ങളുടെ ജീവിതത്തിലോട്ട് വരുമ്പം പല പ്രശ്നങ്ങളും ഉണ്ടാവും. പ്രശ്നങ്ങളൊക്കെ ഉണ്ട്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ അതിനെല്ലാം തരണം ചെയ്യാൻ ഞാൻ ബാധ്യസ്ഥനാണ് എന്ന് സ്റ്റാൻലി ബാലചന്ദ്രൻ മേനോനോട് പറയുന്നുണ്ട്. ആ സമയത്ത് അലീനയ്ക്ക് നല്ല ഭയം തോന്നുന്നുണ്ട്. മുമ്പ് താൻ സ്വന്തം അമ്മയെ കാണാനായിട്ട് നെടുമ്പുരയ്ക്കൽ വീട്ടിൽ ചെന്നിരുന്നു. ആ സമയത്ത് അവിടെയുള്ളത് സഹോദരങ്ങളും അമ്മയുമാണെന്ന് അലീനയ്ക്ക് അറിയാമായിരുന്നു. പക്ഷേ അതിനുശേഷം എന്തെല്ലാം പ്രശ്നങ്ങൾ ആ വീട്ടിലുണ്ടായി, അതിനെല്ലാം ഒരുവിധമാണ് അലീന തരണം ചെയ്തു പോയത്. ഇനി പുതിയതായിട്ടൊരു സ്ഥലത്ത് വരുമ്പം തൻ്റെ പപ്പയെ കാണാനായിട്ട് ആദ്യമായിട്ട് താൻ ഇവിടെ വന്നത്, ഇനി ഇവിടെയും എന്തെങ്കിലും ഞാൻ കാരണം എന്തെങ്കിലും ഫാമിലി പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുമോ എന്നുള്ളൊരു ഭയം അലീനയ്ക്കുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ആൻ്റപ്പനും പൗലോസും കൂടി കിച്ചണിൽ നിന്ന് സംസാരിക്കുകയാണ്. ആ സമയത്ത് വലിയൊരു ലിസ്റ്റ് തന്നെ കൊടുത്തിട്ടുണ്ടായിരുന്നു സ്റ്റാൻലി ജോസഫ്. അങ്ങനെ കേരള സാറ് പറഞ്ഞാണ് അപ്പോൾ എല്ലാ ഐറ്റംസും ഉണ്ടാക്കണമെന്നാണ് പൗലോസിനെ പറഞ്ഞ് ഏൽപ്പിച്ചിരിക്കുന്നത്. അങ്ങനെ പൗലോസ് അതെല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ പൗലോസ് പറയുന്നില്ല, അല്ല ആൻ്റപ്പൻ ചേട്ടാ, ആരായിരിക്കും ആ വന്ന പെൺകുട്ടി എന്ന് പറയും. എനിക്കറിയത്തില്ലെന്ന് പറയും. പക്ഷേ ബാലേന്ദ്രൻ മേനോൻ സാർ അന്ന് വന്നപ്പം ആ സാർ ഒറ്റയ്ക്കല്ലായിരുന്നു വന്നത്, ഒറ്റയ്ക്കായിരുന്നു വന്നതെന്ന് പറയും. പക്ഷേ ആ കുട്ടിയെ കണ്ടിട്ടേ നമ്മുടെ കേണൽ സാറിൻ്റെ മൂത്ത മകൾ ടാനിയെ കണക്കുണ്ടെന്ന് ആൻ്റോ ചേട്ടൻ പറയും. അത് ശരിയാ, ടാനിയ മോടെ നല്ല സാമ്യമുണ്ട് ആ കുട്ടിയെ കാണാമെന്ന് പറയും. ഇനി കേണൽ സാറിൻ്റെ മകളാണോ ആയിരിക്കുമോ? കൊള്ളാം, നീ സംശയം പോയി സാറിൻ്റെയൊക്കെയും ചോദിക്കില്ല. ഞാനങ്ങും ചോദിക്കത്തില്ല, വെറുതെ നീ നിൻ്റെ ഉള്ള പണി കളയണ്ടെന്ന് പറയും. അല്ല, നമ്മളെന്തിന് ഇതൊക്കെ അന്വേഷിക്കാൻ പോകുന്നത്? അല്ല, കണ്ടപ്പോൾ എനിക്ക് അങ്ങോട്ട് സംശയം തോന്നി. നിൻ്റെ സംശയമൊക്കെ നിൻ്റെ മനസ്സിൽ വെച്ചിരുന്നാൽ മതി, വെറുതെ സാറിനോടൊന്നും പറയാൻ നിൽക്കേണ്ട. സാറ് പറഞ്ഞ ഐറ്റംസൊക്കെ നീ ഉണ്ടാക്കിയോ? അതൊക്കെ ഞാൻ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെന്ന് പറയും. ശരി, എങ്കിൽ അതെല്ലാം ഡൈനിങ് ടേബിളോട്ട് വെക്ക് എന്ന് പറയുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട്
ബാലചന്ദ്രൻ മേനോൻ പറയുകയാണ്, എങ്കിൽ ഞാൻ ഇറങ്ങുകയാണ്, അലീനെ കൊണ്ടുവിടാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഇങ്ങോട്ട് വന്നതെന്ന് പറയും. അല്ല മിസ്റ്റർ മേനോൻ, നിങ്ങൾ ഇത്രയും ദൂരയാത്ര കഴിഞ്ഞ് വന്നതല്ലേ, ഇന്നെന്തായാലും പോകണ്ട, ഇന്നിവിടെ റെസ്റ്റ് എടുക്കും, അതിനുശേഷം നാളെ പോകാം, പിന്നെ ഫുഡെല്ലാം റെഡി ആയിരിക്കുകയാണ്, ഫുഡ് കഴിക്കാമെന്ന് പറയും. മേനോൻ പറയും, വേണ്ട, ഞാൻ നിങ്ങളുടെ സൽക്കാരം ഒന്നും സ്വീകരിക്കാനായിട്ട് വന്നതല്ല, എൻ്റെ മോളെ ഇവിടെ ഏൽപ്പിക്കാൻ വന്നതാണെന്ന് ബാലചന്ദ്രൻ പറയുന്നുണ്ട്. അപ്പോഴും സ്വന്തം മകൾ എന്ന രീതിയിൽ തന്നെയാണ് ബാലചന്ദ്രൻ മേനോൻ സ്റ്റാൻലിയോട് സംസാരിക്കുന്നത്. പിന്നെ ഇവൾക്ക് ഇച്ചിരി ഇമോഷണൽ കൂടുതലുള്ള ഒരു സ്വഭാവമാണ് ഇവളത്. സ്നേഹമാണെന്നുണ്ടെങ്കിൽ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കും. കള്ളവും ചതിയും കണ്ട പെട്ടെന്ന് നമുക്ക് മനസ്സിലാക്കാനും കഴിയും. അതുകൊണ്ട് തന്നെ കപട സ്നേഹം കാണിച്ച് അവളെ പറ്റിക്കരുത്. സ്നേഹിക്കുവാണെന്നുണ്ടെങ്കിൽ ആത്മാർത്ഥമായിട്ട് തന്നെ അവളെ സ്നേഹിക്കണമെന്നും സ്റ്റാൻലിയോട് ബാലചന്ദ്രൻ പറയുന്നുണ്ട്. ഇത് കേൾക്കുന്ന സ്റ്റാൻലി പറയും, മേനോൻ, ഞാൻ ഒരുപാട് സ്നേഹം അനുഭവിച്ച് തന്നെയാണ് വളർന്നു വന്നത്, ഒരുപാട് തിരിച്ചു കൊടുത്തിട്ടുമുണ്ട്. അതുപോലെ എൻ്റെ കയ്യിൽ അളവറ്റ സ്നേഹം ഞാൻ ആർക്കും പിശുക്ക് കാണിക്കാതെ കൊടുത്തോളാം എന്ന് ബാലചന്ദ്രൻ മേനോനോട് പറയുന്നുണ്ട്. അതിനുശേഷം എങ്കിൽ ശരി, ഞാൻ ഇവിടുന്ന് ഇറങ്ങുവാന്ന് പറഞ്ഞ് യാത്ര പറഞ്ഞ് ഇറങ്ങുകയാണ്. ആ സമയത്ത് അലീനയ്ക്കങ്ങ് ഭയങ്കര സങ്കടമാണ്. അലീന പെട്ടെന്ന് ബാലചന്ദ്രൻ മേനോൻ്റെ കയ്യിൽ ഇങ്ങനെ ചേർത്ത് പിടിക്കുന്നുണ്ട്. ആ സമയത്ത് ബാലചന്ദ്രൻ മേനോൻ പറയും, മോൾ വിഷമിക്കണ്ട, മോൾക്ക് ഇവിടെ ഒരു കുറവും ഉണ്ടാവില്ല, ഏറ്റവും സുരക്ഷിതമാകുന്ന കൈകളിലാണ് മോളെ അച്ഛൻ ഏൽപ്പിച്ചിരിക്കുന്നതെന്ന് പറയും. അച്ഛ, സ്വന്തം മകളെ സ്വന്തം അച്ഛന് തിരിച്ചറിയണമെങ്കിൽ എന്തെല്ലാം തെളിവുകൾ വേണം. എൻ്റെ അച്ഛൻ ഇതൊന്നും ഇല്ലാതാണ് എന്നെ ഇത്രയും നാളെ സ്നേഹിച്ചത്, ഇതുപോലൊരു അച്ഛനെ ആർക്ക് കിട്ടും എന്നൊക്കെ പറഞ്ഞ് ബാലചന്ദ്രൻ മേനോനോട് അലീന സംസാരിക്കുന്നുണ്ട്. അതൊക്കെ കേൾക്കുമ്പോൾ ബാലചന്ദ്രൻ മേനോൻ കുറച്ചും കൂടി അങ്ങ് ഇമോഷണൽ ആവുകയാണ്. ആ സമയത്ത് പറയും, മോൾക്ക് ഇവിടെ എന്ത് പ്രശ്നമുണ്ടെങ്കിലും അച്ഛനെ വിളിച്ചറിയിക്കണം, അച്ഛനൊരു വിളിപ്പാട് അകലെയുണ്ട്, മോൾ ഇവിടെ സുരക്ഷിതയായിരിക്കും, അച്ഛൻ പോയിട്ട് വിളിക്കാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അലീനെ അടുത്ത് പറഞ്ഞിട്ട് ബാലേന്ദ്രൻ മേനോൻ അവിടെ നിന്ന് ഇറങ്ങുകയാണ്. എനിക്ക് ഞാൻ ഇറങ്ങുവാണെന്ന് പറഞ്ഞുകൊണ്ട് സ്റ്റാൻലി അടുത്ത് യാത്ര പറയുന്നുണ്ട്. അലീനയ്ക്ക് അങ്ങ് ഭയങ്കര സങ്കടമാണ്. അച്ഛാ അച്ഛാ എന്നിങ്ങനെ വിളിക്കുന്നത് കേൾക്കുമ്പോൾ സ്റ്റാൻലി നോക്കുമ്പോൾ സ്വന്തം അച്ഛനോട് പെരുമാറുന്ന പോലെ തന്നെയാണ് അലീന ആ രീതിയിൽ ബാലേന്ദ്രൻ മേനോനോട് പെരുമാറുന്നത്. ഇതൊക്കെ കാണുന്ന സ്റ്റാൻലി മനസ്സിലാക്കുന്നുണ്ട്, സ്വന്തം അച്ഛനായിട്ട് തന്നെയാണ് ബാലേന്ദ്രൻ മേനോനെ തൻ്റെ മകൾ കാണുന്നത് എന്നുള്ളൊരു തോന്നൽ സ്റ്റാൻലി കൊണ്ടാവുകയാണ്. അങ്ങനെ ബാലേന്ദ്രൻ മേനോൻ കാറും എടുത്തുകൊണ്ട് ഗേറ്റിന് പുറത്തോട്ട് പോകുന്നത് അലീന ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. അപ്പോൾ അതൊക്കെയാണ് നമ്മൾ അടുത്ത ദിവസം കാണാൻ പോകുന്നത്. അപ്പോൾ അതിനെ നമുക്ക് കാത്തിരിക്കാം. വീഡിയോ ഇഷ്ടമായ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ.